നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് പേഷ്യൻസിന് പൊതുവെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അവരുടെ സ്കിന്നിൽ വരുന്ന കുറച്ച് ചേഞ്ചസ്. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്, സ്കിന്നിൽ മറ്റെന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമോ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിസ് നോർമലായാൽ മാത്രമാണോ ഇത് ഓക്കെ ആവുന്നത് എന്നൊക്കെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നത് തന്നെയാണ്. അപ്പം അതൊരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കണ്ണിന് ബുദ്ധിമുട്ടുകൾ വരുന്നു, ഞരമ്പുകൾ വീക്കണാവുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ പല സിംറ്റംസ് ഉണ്ടാവുന്നു. അപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിൽ, അതായത് നമ്മളൊക്കെ ഇപ്പം വലിയ ഒരു വേദന ഉണ്ടായാലാണ് നമ്മൾ ആദ്യം എല്ലാവരും നമ്മുടെ ബോഡീനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത്, അയ്യോ എന്തുകൊണ്ടായിരിക്കും വേദന. അല്ലാതെ ചെറിയൊരു ക്ഷീണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് മൂത്രത്തിൻ്റെ അളവ് കൂടി പോയാലൊന്നും നമ്മളത് അത്ര മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, അതായത് വലിയൊരു ലക്ഷണം പുറത്തോട്ട് വരാത്തൊരു അസുഖം തന്നെയാണ് ഡയബറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ ഭയങ്കര ശക്തമായിട്ടുള്ള തരിപ്പ് മരവിപ്പും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പം ആ ഒരു സമയത്ത് മാത്രമേ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ 6 മന്ത് കൂടുന്ന സമയത്ത് ഒക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പം ഇങ്ങനെ ഡയബറ്റീസ് വന്ന ആളുകളൊക്കെ ആണെങ്കിൽ നോർമലി അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഒരു ചെക്കപ്പ് നടത്തണം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ അതൊരു 128ൻ്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ അതൊരു 100 എബോ ആയി കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. അപ്പം അതിന് താഴത്താവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നോക്കണം. പിന്നെ ഒരു PPBS ആണ്. ആഫ്റ്റർ ഫുഡ് ആണെങ്കിലും അതെപ്പോഴും ഒരു 200 ബിലോ ആയിരിക്കണം. അതൊരിക്കലും അതിന് മേലെ പോകാൻ പാടില്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് HbA1c ആണ്, 3 മാസത്തെ ആവറേജ് കണക്ക്. അപ്പോൾ 3 മാസത്തെ ആവറേജ് കണക്ക് എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഷുഗർ വരാൻ ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ആ മെഡിസിൻ്റെ അളവിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു HbA1c കണക്ക് നോക്കിയിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഷുഗർ പേഷ്യൻസ് എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ വന്നു കഴിഞ്ഞാൽ അവരിൽ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ നിങ്ങൾ കിടക്കുന്ന, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഒരു 140 റേഞ്ചിലൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ക്ഷീണം വന്നേക്കാം. അത് നമ്മൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ്, കാരണം വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അമിതമായിട്ട് ചിലപ്പോൾ നല്ല വിശപ്പായിരിക്കാം, പ്രത്യേകിച്ച് നമുക്ക് ചോറൊക്കെ കാണുന്ന സമയത്ത് അത് കഴിക്കണം എന്ന് തോന്നുക, അല്ലെങ്കിൽ ഒന്ന് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിക്കണം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് മധുരങ്ങളൊക്കെ കഴിക്കാൻ തോന്നുന്നതൊക്കെ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ദാഹം വരിക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നത്, അതുപോലെ തന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, മൂത്രത്തിന് ഒരു സ്മെല്ലുണ്ടാവുന്നു, ഇതെല്ലാം തന്നെ മൂത്രത്തിൽ പത വരുന്നു. ഇതൊക്കെ ഡയബറ്റീസ് പേഷ്യൻസിൽ വളരെയധികം കോമൺ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തരിപ്പ് വരുന്നു, മരവിപ്പ് വരുന്നു, മസിൽ പെയിൻസ് വരുന്നു, കണ്ണിന് കുറച്ചൊരു മങ്ങിച്ച കാഴ്ച ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നു. ഇതൊക്കെ തന്നെ അവരിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്കിന്നാണ് മെയിനായിട്ടും ഒരു ഏരിയ എന്ന് പറയുന്നത്. സ്കിൻ ചേഞ്ചസ് തന്നെയാണ് ഡയബറ്റീസ് പേഷ്യൻസിൽ എപ്പോഴും അവർക്ക് സ്കിൻ നല്ല ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ കുറച്ചൊരു പ്രായമായിട്ടുള്ള ആളുകളിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നൊരു കാര്യം, അവരുടെ കാലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഒരു മൊരിച്ചിൽ പോലെ, അവരുടെ കാല് ഭയങ്കര ഒരു മൊളിയുള്ള പോലെ ഭയങ്കര ഒരു ഡ്രൈ സ്കിന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഭയങ്കര ചൊറിച്ചിലും ആയിരിക്കും. അപ്പോൾ അവരിങ്ങനെ നമ്മൾ കാണിക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും അവർക്ക് ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആ ഒരു സ്കിൻ എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര റഫായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്കിന്നാണ് അവരിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ, ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ട് ഡയബറ്റീസ് പേഷ്യൻസിൽ. അപ്പം അതും അവരുടെ സ്കിന്നിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ സ്കിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ആളുകളിൽ ഭയങ്കര റെഡ് കളറായിരിക്കും, റെഡിഷ് കളറിൽ അവരുടെ സ്കിന്ന് ഭയങ്കര ചുവന്ന നിറത്തിലായിരിക്കും അവരുടെ തൊലിപ്പുറം ഉണ്ടാവുന്നത്.
അതുപോലെ തന്നെ ചില ആളുകളുടെ ഇപ്പോൾ കുട്ടികളൊക്കെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും ഒരു ഏർലി സ്റ്റേജിൽ ഡയബറ്റീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അവർക്ക് ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കഴുത്തിന് ചുറ്റും വരുന്നത് അല്ലെങ്കിൽ കൈമുട്ടിന് ചുറ്റുമൊക്കെ വരുന്നത് ഒക്കെ ഈ ഒരു അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അതൊക്കെ നമ്മുടെ രക്തത്തിൽ ഷുഗർ കൂടുന്നതുകൊണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം അത് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടോ നോക്കുക. പിന്നെ സ്കിൻ ടാഗ്സ് കൂടുതലായിട്ട് വരിക, ശരീരത്തിൽ ഒരുപാട് സ്കിൻ ടാഗുകൾ വരുന്നത് ഷുഗർ പേഷ്യൻസിന് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ചെറിയൊരു പൊക്കുള്ള പോലെ, അതായത് കുറച്ച് വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള ബബിൾസ് കൈകാലുകളിലൊക്കെ വരുന്നു. അത് തന്നെ നമ്മൾ ഡയബറ്റിക് ബുള്ളെ എന്ന് പറയും. അപ്പോൾ ഈ ബുള്ളെ ഫോർമേഷൻസ് ഒക്കെ ആളുകളിൽ കണ്ടുവരാറുണ്ട്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് അതിന് അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് HbA1c ഒക്കെ ഒരു നോർമൽ റേഞ്ചിലോട്ട് തന്നെ വന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നോർമൽ റേഞ്ചിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എന്തെടുക്കണം, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കത് നോർമൽസിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് ഷുഗർ കട്ട് നിർബന്ധമാണ്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷുഗറായിട്ട് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കാർബ്സിൻ്റെ അളവ് കുറയ്ക്കുക, ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യുക, കൂടുതൽ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യുന്നത് നമുക്കറിയാം, ബേക്കറി ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അത് ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ്സുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നു. കേക്ക്സ്, പേസ്ട്രീസ്, ബേക്കറി, എന്ത് സ്വീറ്റ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ജ്യൂസുകൾ, കോളകൾ, പെപ്സി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വൈറ്റ് റൈസ് ആണെങ്കിലും ഉരുളക്കിഴങ്ങ്, മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന ഉരുളക്കിഴങ്ങിലൊക്കെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. അപ്പം അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. കപ്പ അതൊക്കെ നിങ്ങളൊന്ന് മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യുക. ഇതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള തവിടുള്ള അരി കഴിക്കുക. ഹോൾ ഗ്രെയിൻസിൽ വരുന്ന ബ്രെഡ് ഐറ്റംസ് കിട്ടും. അതുപോലെ തന്നെ ഓട്സ് ഒക്കെ ആണെങ്കിലും റോൾഡ് ഓട്സ്, വീറ്റ് ഓട്സ്, അങ്ങനെയുള്ള ഓട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ് കളറുള്ള ഓട്സൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നോക്കുക. അതൊക്കെയാണ് നിങ്ങളുടെ ഡയറ്റിലോട്ട് നിങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്രൂട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മധുരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഇതെല്ലാം ഇത്രയും ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നു. ലീഫി വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ പറ്റുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. നോൺ വെജ് മീറ്റ് നമുക്ക് കഴിക്കാം. മീറ്റ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതും അമിതമാവാതിരുന്നാൽ മതി. ഇപ്പം ചിക്കൻ ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ നമുക്ക് കഴിക്കാം. പക്ഷേ മട്ടൺ കഴിക്കുന്നതുകൊണ്ട് നമുക്കറിയാം റെഡ് മീറ്റ് ആണ്. അത് മറ്റുള്ള എന്തെങ്കിലും പാർശ്വഫലങ്ങളൊന്നും വരാതിരിക്കരുത്. അതായത് അതൊന്നും വരാൻ പാടില്ല. നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊളസ്ട്രോൾ, ചില ആൾക്ക് ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കൊളസ്ട്രോൾ അസോസിയേറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മദ്യപാനോ സ്മോക്കിംഗ് അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പിന്നെ കൂടുതലായിട്ടും ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എല്ലാ സ്പൈസസുകൾ നിങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മൾ ഒക്കേഷണലി നമുക്കൊരു ബിരിയാണി കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല എന്ന് പറയാറുണ്ട്. കാരണം അതിൽ ഒരുപാട് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഓയിൽ എന്തായിരിക്കണം, അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. ഡാൽഡ യൂസ് ചെയ്യാൻ പാടില്ല, സൺഫ്ലവർ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഗീയിൽ ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അതിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഒരു ഹാഫ് പോർഷനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. നിങ്ങളൊരു ബിഗ് പോർഷൻ, ഒരു കംപ്ലീറ്റ് പോർഷൻ എന്ത് ചെയ്യാതിരിക്കുക, കഴിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ സ്ഥിരമായിട്ട് എക്സസൈസ് നിർബന്ധമാണ്. നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഫുഡ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡൈജഷനും പ്രോപ്പറും കാര്യങ്ങളും കൊഴുപ്പായി അത് സ്റ്റോർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് ആകുമ്പം ജ്യൂസാക്കി കഴിഞ്ഞാലും പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യും. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പായസമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ശർക്കരയും പഞ്ചസാരയും തമ്മിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല അവിടെ. ശർക്കര യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക. അതിൻ്റെ അകത്തേക്കാണെങ്കിലും നമുക്ക് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രം, നമുക്ക് എല്ലാം ചെറിയൊരളവിൽ മാത്രം. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് വേണ്ടത്. കാരണം അത് നമ്മുടെ ബോഡിക്ക് തന്നെയാണ്. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് എന്തും കഴിക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫോമിലോട്ട് നിങ്ങളുടെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ റൂട്ടീൻസിനെയൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നോർമലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ വരുത്തിയ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മിസ്റ്റേക്സ് കാരണമാണ് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് ചില ആളുകൾ വരാറുണ്ട്. അത് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ, നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ HbA1c ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പം അത് നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക.
ഈ പറയുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പ്രോപ്പർ ഡയറ്റൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സൈഡ് എഫക്ട്സ്, ഒരുപാട് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കുറേ ശരീരത്തിനൊക്കെ ഒരുപാട് ആയാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ലൊരു കൺസൾട്ടേഷൻ എടുത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.